നമസ്കാരം നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പി വി ഫ്രണ്ട്സ് ജർമ്മനിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഹെയർ ഓയിൽ മേക്കിംഗ് ആയിട്ടാണ്. വേറൊന്നുമല്ല, ഞാൻ ജർമ്മനിയിൽ പോയ പിന്നെ എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു എണ്ണേൻ്റെ റെസിപ്പി നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പോകാൻ സമയമായി. 12-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് ചലിക്കും. അപ്പോൾ അതിന് മുമ്പ് ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചു. നല്ല വിഷമമുണ്ട് പോണേന്, പക്ഷെ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അധികം ബ്ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ദീ കിടക്കുന്നത്, കറിവേപ്പില ശരിക്കും പറഞ്ഞാൽ മുടിക്ക് നല്ല രീതിക്ക് ഗ്രോത്തിനും അതുപോലെ തന്നെ ഈ നരച്ച മുടികളൊക്കെ ലൈക്ക് ബ്ലാക്ക് ആവാനല്ല, എന്നാലും ഒരു പരിധി വരെ നരയ്ക്കാണ്ടിരിക്കാൻ ഇത് മാക്സിമം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കറിവേപ്പില വേണം. മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തോ, കാരണം അത്യാവശ്യം നമുക്ക് വേണം. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് വരുന്നത് ഒന്ന് ചെമ്പരത്തി ഇല, പിന്നെ ചെമ്പരത്തിൻ്റെ പൂവ്, അതുപോലെ തന്നെ സീസൈം സീഡ്, പിന്നെ ഉലുവ, അതുപോലെ തന്നെ പേരയില, പിന്നെ വരുന്നത് ഉള്ളി, ചെറിയ ഉള്ളിയാണ്. പിന്നെ നമുക്ക് ഒരു 2 സവാള എടുക്കണം. അതുപോലെ തന്നെ ഒരു അലോവേറ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുവാണെങ്കിൽ ഞാനധികം അലോവേറ യൂസ് ചെയ്തിട്ട് മുടി വളരുന്നുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച് നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ അലോവേറ എടുക്കുന്നത് മുടി അത്യാവശ്യം നല്ല സ്മൂത്ത് ആവും, അതുകൊണ്ടാണ് ഞാൻ അലോവേറ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ മുരിങ്ങയില കിട്ടുവാണെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളിയും അതുപോലെ തന്നെ സവാളയും അതുപോലെ തന്നെ അലോവേറയും ഒന്ന് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേപ്പിലെ പിന്നെ വേപ്പിലേക്ക് ആവശ്യമായ, അതായത് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും കൂടി അടിക്കണം. അപ്പോൾ നമുക്ക് അത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേപ്പില അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ അലോവേറയും അടിച്ചെടുത്ത പേസ്റ്റാണിത്. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിലോട്ട് ചേർക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് സീസൈം സീഡ് ഇടണം. അപ്പോൾ നമുക്ക് ഇനി സീസൈം സീഡ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ അത്യാവശ്യം മുടിക്കൊക്കെ നല്ല അടിപൊളി ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഉലുവയും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ആവണ വരെ നമ്മൾ എണ്ണയിലത് ഇടാണ്. അടുത്ത് നമ്മൾ ചെമ്പരത്തിയിലയും പിന്നെ അതുപോലെ തന്നെ പേരയിലയും ചെമ്പരത്തി പൂവൊക്കെ എണ്ണയിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വേപ്പിലേൻ്റെ ആ ഒരു പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ പേസ്റ്റും നമുക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം ലെവലിൽ തീ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം നമുക്ക് തീ സെറ്റാക്കി കൊടുക്കണം. ഇതൊന്ന് സെറ്റായിട്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മളിനി ഏറെക്കുറെ ഇതായിട്ടുണ്ട്, ഒരു ഓൾമോസ്റ്റ് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് സവാളയും ഉള്ളിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ സവാള ഉള്ളിയും അലോവേറയും കൂടി കുറച്ച് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ വെള്ളമുണ്ട്, അപ്പോൾ അത്യാവശ്യം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. ഒരു മിനിറ്റൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പേസ്റ്റ് ഇടാണ്, നമ്മൾ വേപ്പിലേൻ്റെ പേസ്റ്റ് ഇടാണ്. ഇതിൽ ഞാൻ അത്യാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്തുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ അത് നമ്മൾ സൂക്ഷിച്ചും നോക്കിയൊന്നും വേണം അവിടെ ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടതൊക്കെ ചെയ്ത് ഞാനല്ല അമ്മയാണ് ചെയ്യുന്നത്, ഞാൻ സൂപ്പർവൈസ് ചെയ്യുന്നു. ഇത് നല്ല രീതിയിൽ തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എണ്ണയുടെ കളർ നൈസായിട്ടൊന്ന് മാറും. അപ്പോൾ കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ എണ്ണ സെറ്റാവും. സോ അങ്ങനെ നോക്കി വേണം അവിടെ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഏറെക്കുറെ നമ്മുടെ എണ്ണ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് അരിച്ചെടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഓയിൽ പ്രിപ്പറേഷൻ. ഇനി ഞാൻ എണ്ണ അരിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ രാവിലെ മോർണിംഗ് ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ അതപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല. എന്തായാലും മുട്ടോളം മുടി വരുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് കൊഴിച്ചിൽ മാറി കിട്ടും. മുടി നല്ല സോഫ്റ്റ് ആവും, അത്യാവശ്യം മുടി വളരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ 5 സ്റ്റാറ്റ് ഇവിടെ വാങ്ങുകയാണേ.